മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ചാലക ശക്തിയായ അമേരിക്കയെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്ന ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. യുദ്ധം 6ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയിലെ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വർദ്ധിക്കുന്നതായാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഉപഭോക്തൃ വില സൂചിക അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം പണപ്പെരുപ്പ നിരക്ക് 3.3% എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിലെ കണക്കുകൾ പ്രകാരം ഇത് 3.5% വരെ ഉയർന്നിരുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അമേരിക്കൻ ഫെഡറൽ റിസർവ് നടത്തുന്ന നീക്കങ്ങൾ വേണ്ട രീതിയിൽ ഫലിക്കുന്നില്ലെന്നും പലിശ നിരക്കുകൾ കുറച്ച് സാധാരണക്കാരന് ആശ്വാസം നൽകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കൻ വിപണിയിലെ ഈ പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന കാരണം ഇന്ധന വിലയിലുണ്ടായ വൻ വർധനവാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ അമേരിക്കയിൽ ഗ്യാസോലിൻ അഥവാ പെട്രോൾ വിലയിൽ മാത്രം 25% വർധനവാണ് ഉണ്ടായത്. ഇന്ധനവില ഉയരുന്നത് സ്വാഭാവികമായും ഗതാഗത പാർപ്പിട ചെലവുകൾ വർദ്ധിപ്പിക്കുകയും അത് പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അവശ്യ വസ്തുക്കളുടെയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ തീവ്ര ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇറാൻ ഇസ്രായേൽ സംഘർഷം എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുകയാണ്. അമേരിക്കൻ വിപണിയിലെ ഈ അസ്ഥിരത ആഗോള വിപണികളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നത് നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്.